2 കൊലയാളികൾ ഈ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 3-ൽ റംസാനും മണിക്കൂട്ടനുമൊക്കെ നൈസായിട്ട് കണ്ടന്റുണ്ടാക്കിയ ടാസ്ക് ആണിത്. കുക്കുരു എന്ന സിഗ്നലൊക്കെ എല്ലാവരും ഓർക്കുന്നു കാണും. ഈ സീസണിലേക്ക് എത്തുമ്പോൾ ടാസ്കിൽ നല്ല കൊലപാതകളെ തിരഞ്ഞെടുക്കാമെന്ന് തോന്നിപ്പോയി. കൊലയാളികളെ പേടിയുണ്ടോ? ഇല്ല. ശ്രീരേഖയ്ക്ക് ഒരു പേടിയുമില്ല. ഇപ്പൊ കൊല ചെയ്യപ്പെട്ട ഒരു മൂലയിൽ കിടപ്പുണ്ട്. മേക്കപ്പും ഇട്ട് ലിപ്സ്റ്റിക്കും തേച്ചൊരു മരണമായിരുന്നു. കൊലയാളി വന്നാൽ ജിൻഡോ എങ്ങനെ നേരിടും? കൊലയാളി നേർക്കുനേർ വന്നാൽ പഞ്ച് ചെയ്ത് നിലത്തിടുമെന്നാണ് ജിൻഡോ പറഞ്ഞത്. പിന്നിൽ നിന്ന് വന്നാലും ഒരു പ്രശ്നവുമില്ലെന്നൊക്കെ ബിഗ് ബോസിനോട് ജിൻഡോ വീരവാദമൊക്കെ മുഴക്കുന്നുണ്ട്. ഭയം തോന്നിയോ? എങ്ങനെ കൊല്ലുമെന്ന് ആലോചിക്കും. ശ്രീതുവിന് ഭയമല്ല, കുറച്ച് വെപ്രാളമാണുള്ളത്. ശ്രീതു കാരണം അർജുന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അർജുന് ബാത്റൂമിൽ പോയിട്ട് ഒന്ന് ഫോൺ ഉപയോഗിക്കാൻ പോലും പറ്റുന്നില്ല. ബാത്റൂമിന്റെ ഡോറിന്റെ തൊട്ടപ്പുറത്ത് ശ്രീതു വന്ന് നിൽക്കും. ശ്രീതുവിന് അർജുനാണ് കൊലപാതകം എന്നൊക്കെ എപ്പോഴോ മനസ്സിലായിട്ടുണ്ട്. ഈ വീട്ടിൽ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. കൊലപാതകയായിട്ട് ഡ്യൂട്ടി കൊടുത്തത് അർജുനാണെങ്കിലും കൊല ചെയ്തത് അസിസ്റ്റന്റ് ആയിട്ടുള്ള ജാസ്മിൻ ആണ്. ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്താണ് ജാസ്മിൻ ശ്രീരേഖയെ കൊന്നത്. അവരെ ഉടൻ കണ്ടെത്തിയിരിക്കും. കണ്ടെത്തിയിട്ട് എന്തിനാ? ജയിലിൽ അടയ്ക്കാനാണോ? നല്ലൊരു ടാസ്ക് ആയിരുന്നു. അത് ഫിനാലെ വീക്ക് കൊടുത്താൽ അവർ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. ഒരു 3 ആഴ്ച മുൻപൊക്കെ കൊടുക്കുമായിരുന്നെങ്കിൽ ക്യാപ്റ്റൻ ആകാനും ജയിലിൽ കയറാതിരിക്കാൻ വേണ്ടിയെങ്കിലും അവർ കളിച്ചേനെ. കൊലപാതകിയുടെ റോളില് അർജുൻ വൻ ശോകമായിരുന്നു.